എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. ഇത് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതൊക്കെ ക്വിസ് മത്സരത്തിന് വരാൻ സാധ്യതയുള്ള ഉറപ്പായ ചോദ്യോത്തരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ കൂടി ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1000 ലൈക്കാണ്. എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം: ആരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കരുടെ. PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? ഉത്തരം 1909 മാർച്ച് 1 നീലംപേരൂരിൽ. ഏതു വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായി ജൂൺ 19 ആചരിച്ചു തുടങ്ങിയത്? ഉത്തരം 1996 ജൂൺ 19 മുതൽ. PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. കേരളത്തിൽ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? ഉത്തരം PN പണിക്കർ. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷം? ഉത്തരം 2004 ജൂൺ 19. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങൾ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം? ഉത്തരം ആശാൻ ഉള്ളൂർ വള്ളത്തോൾ. ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളം അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏത്? ഉത്തരം ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസികയുടെ പേര് എന്ത്? ഉത്തരം വിദ്യാ വിനോദിനി. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണിവ? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികൾ. രാമായണം എഴുതിയത് ആര്? ഉത്തരം വാൽമീകി. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. മലയാളത്തിലെ ആദ്യ നിഘണ്ടു, വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചത് ആര്? ഉത്തരം ഹെർമൻ ഗുണ്ടട്ട്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്നത് ഏത് കൃതിയെയാണ്? ഉത്തരം രാമചരിതം. ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏത്? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. വീണപ്പൂവ് എഴുതിയത് ആരാണ്? ഉത്തരം കുമാരനാശാൻ. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവ് ആര്? ഉത്തരം O ചന്തുമേനോൻ. രമണൻ എന്ന കാവ്യം എഴുതിയത് ആരായിരുന്നു? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള.
1930 ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാള സാഹിത്യകാരൻ ആര്? ഉത്തരം സർദാർ KM പണിക്കർ. ഭാരത പര്യടനം എന്ന പ്രശസ്തമായ കൃതി രചിച്ച സാഹിത്യ നിരൂപകൻ ആര്? ഉത്തരം കുട്ടിക്കൃഷ്ണ മാരാർ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചത് ആര്? ഉത്തരം M. മുകുന്ദൻ. നീർമാതളം പൂത്ത കാലം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം മാധവിക്കുട്ടി. മഹാഭാരതം രചിച്ചത് ആരായിരുന്നു? ഉത്തരം വേദവ്യാസൻ. നളചരിതം ആട്ടക്കഥ ആരായിരുന്നു രചിച്ചത്? ഉത്തരം ഉണ്ണായി വാര്യർ. കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതിയുടെ പേര് എന്ത്? ഉത്തരം നളചരിതം ആട്ടക്കഥ. ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആര്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. മഹാകവി G. ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓടക്കുഴൽ. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ആര്? ഉത്തരം OV വിജയൻ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? ഉത്തരം ബാലാമണി അമ്മ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിത ആര്? ഉത്തരം കമല സുരയ്യ. മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ആരായിരുന്നു? ഉത്തരം ചെറുകാട്. മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യ കൃതി ഏത്? ഉത്തരം വർത്തമാന പുസ്തകം. കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാവിവരണ ഗ്രന്ഥം എഴുതിയത് ആരായിരുന്നു? ഉത്തരം SK പൊറ്റക്കാട്. സാമൂഹ്യ പരിഷ്കരണത്തിൽ ലക്ഷ്യമാക്കി VT ഭട്ടതിരിപ്പാട് രചിച്ച നാടകം ഏത്? ഉത്തരം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയുടെ പേര് എന്ത്? ഉത്തരം വാസന വികൃതി. തൃക്കോട്ടൂർ കഥകളുടെ രചയിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം UA ഖാദർ. കുറ്റി പെൻസിൽ എഴുതിയത് ആരായിരുന്നു? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. ദി പോസ്റ്റ്മാൻ ആരുടെ ചെറുകഥയാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം MK സാനു. മാവേലി നാടുവാൻ നീടുംകാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഇതാരുടെ വരികളാണ്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന കവിത ആരാണ് രചിച്ചത്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. മണ്ടൻ മുത്തപ്പ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏത് കഥയിലെ കഥാപാത്രമാണ്? ഉത്തരം മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ.
1.25 കോടി മലയാളികൾ ആരുടെ രചനയാണ്? ഉത്തരം EMS നമ്പൂതിരിപ്പാടിൻ്റെ. മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. മലയാളത്തിലെ ആദ്യ നോവൽ എന്നറിയപ്പെടുന്നത് ഏത് നോവലിനെയാണ്? ഉത്തരം അപ്പു നെടുങ്ങാടി രചിച്ച കുന്തലത. ജ്ഞാനപ്പാനയുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം പൂന്താനം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാപ്പിളപ്പാട്ട് കവി ആരായിരുന്നു? ഉത്തരം മൊയ്തീൻ കുട്ടി വൈദ്യർ. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏത്? ഉത്തരം കുമാരനാശാൻ രചിച്ച വീണപ്പൂവ്. കഥകളിയുടെ സാഹിത്യരൂപം മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്. ഉത്തരം ആട്ടക്കഥ. സ്വന്തം പിതാവിൻ്റെ മരണം പശ്ചാത്തലമാക്കി വയലാർ രചിച്ച ഭാവകാവ്യം ഏത്? ഉത്തരം ആത്മാവിൽ ഒരു ചിത. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ദുരവസ്ഥ. ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്ര ഗ്രന്ഥം ആരെക്കുറിച്ചുള്ളതാണ്? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവന്ന് തന്നാൽ മാത്രമേ താൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച സാഹിത്യകാരൻ ആരായിരുന്നു? ഉത്തരം പൊൻകുന്നം വർക്കി. രാമചരിതമാനസം രചിച്ചത് ആര്? ഉത്തരം തുളസീദാസ്. തമിഴ് ഭാഷയിലെ പ്രധാന ഇതിഹാസങ്ങൾ ഏവ? ഉത്തരം ചിലപ്പതികാരം, മണിമേഖലൈ. ആട്ടക്കഥാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം കൊട്ടാരക്കര തമ്പുരാൻ. കുട നന്നാക്കുന്ന ചോയി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരായിരുന്നു? ഉത്തരം M. മുകുന്ദൻ. കോരൻ, ചിരുത, ചാത്തൻ കഥാപാത്രങ്ങളായി വരുന്ന തകഴിയുടെ കൃതി ഏത്? ഉത്തരം രണ്ടിടങ്ങഴി. കണ്ടാണശ്ശേരിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കോവിലൻ. ജീൻവാൽ ജീൻ എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ആരായിരുന്നു? ഉത്തരം വിക്ടർ ഹ്യൂഗോ. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. രവീന്ദ്രനാഥ ടാഗോറിന് നൊബേൽ സമ്മാനം ലഭിച്ച കൃതിയുടെ പേര് എന്ത്? ഉത്തരം ഗീതാഞ്ജലി. എഴുത്തച്ഛൻ്റെ ജീവിതകഥ ആധാരമാക്കി C. രാധാകൃഷ്ണൻ എഴുതിയ നോവൽ ഏത്? ഉത്തരം തീക്കടൽ കടഞ്ഞ് തിരുമധുരം. ഗാന്ധിജിയുടെ മരണത്തിൽ മനം നൊന്ത് വള്ളത്തോൾ രചിച്ച കാവ്യം ഏത്? ഉത്തരം ബാപ്പുജി. പൊൻകുന്നം വർക്കിയുടെ തൂലികാ ചിത്രങ്ങൾ എന്ന കൃതിയിലെ നായിക ആരായിരുന്നു? ഉത്തരം അക്കമ്മ ചെറിയാൻ.
ഇബ്നു ബത്തൂത്ത കഥാപാത്രമാവുന്ന ആനന്ദിൻ്റെ നോവൽ ഏത്? ഉത്തരം ഗോവർദ്ധൻ്റെ യാത്രകൾ. വയലാറിൻ്റെ സഞ്ചാര സാഹിത്യ കൃതിയുടെ പേരെന്ത്? ഉത്തരം പുരുഷാന്തരങ്ങളിലൂടെ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏത്? ഉത്തരം പാട്ടബാക്കി. പാട്ടബാക്കി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരായിരുന്നു? ഉത്തരം കെ ദാമോദരൻ. ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റിൻ്റെ പേര് എന്ത്? ഉത്തരം എസ് കെ പൊറ്റക്കാട്. പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരെ ഉയരട്ടെ എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പുക്കിളി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം ഖസാക്കിൻ്റെ ഇതിഹാസം. സുഭദ്ര ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മ. മജീദ് നായകനായി വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവൽ ഏത്? ഉത്തരം ബാല്യകാലസഖി. നൈനിറ്റാൽ പശ്ചാത്തലമാക്കി MT വാസുദേവൻ നായർ രചിച്ച നോവൽ ഏത്? മഞ്ഞ്. ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായരെ. ബൈബിൾ കഥയിൽ നിന്നും ഇതിവൃത്തം സ്വീകരിച്ചുകൊണ്ട് വള്ളത്തോൾ രചിച്ച ഖണ്ഡകാവ്യം ഏത്? ഉത്തരം മഗ്ദലന മറിയം. ഇന്ത്യ വിഭജനത്തെ പശ്ചാത്തലമാക്കി P കേശവദേവ് രചിച്ച നോവൽ ഏത്? ഉത്തരം ഭ്രാന്താലയം. സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം PK നാരായണൻ പിള്ള. ആയുസ്സിൻ്റെ പുസ്തകം എന്ന നോവലിൻ്റെ രചയിതാവ് ആരായിരുന്നു? ഉത്തരം CV ബാലകൃഷ്ണൻ. പാണ്ഡവപുരം എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? ഉത്തരം സേതു. കണ്ണൻ എന്ന കാളയെ കേന്ദ്ര കഥാപാത്രമാക്കി പൊൻകുന്നം വർക്കി രചിച്ച ചെറുകഥയുടെ പേര് എന്ത്? ഉത്തരം ശബ്ദിക്കുന്ന കലപ്പ. ഇരട്ട കുട്ടികളായ STM റാഫേലും മുഖ്യ കഥാപാത്രങ്ങളായ നോവലിൻ്റെ പേര് എന്ത്? ഉത്തരം ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. രചിച്ചത് അരുന്ധതി റോയ്. യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത നോവൽ എഴുതിയത് ആരായിരുന്നു? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. വന്ദേ മാതരം ഉൾക്കൊള്ളിച്ചിരുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ഏത്? ഉത്തരം ആനന്ദമഠം. EMS നമ്പൂതിരിപ്പാടിനെ പരാമർശിക്കുന്ന M മുകുന്ദൻ്റെ കൃതിയുടെ പേര് എന്തായിരുന്നു? ഉത്തരം കേശവൻ്റെ വിലാപങ്ങൾ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നാടകത്തിൻ്റെ പേര് എന്ത്? ഉത്തരം കഥാബീജം. അധ്യാപക നാടകകൃത്ത് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കാരൂർ നീലകണ്ഠപിള്ളയെ.
നാലപ്പാട്ട് നാരായണ മേനോൻ എഴുതിയ വിലാപകാവ്യം ഏത്? ഉത്തരം കണ്ണുനീർ തുള്ളി. റിക്ഷാവണ്ടിക്കാരൻ പപ്പു നായകനായ മലയാള നോവൽ ഏത്? ഉത്തരം ഓടയിൽ നിന്ന്. നാണി ടീച്ചർ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം മുത്തശ്ശി. കാളിദാസനെ നായകനാക്കി ഉജ്ജയിനി എന്ന കവിത രചിച്ചത് ആരായിരുന്നു? ഉത്തരം ONV കുറുപ്പ്. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം PK ബാലകൃഷ്ണൻ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? ഉത്തരം വിലാസിനിയുടെ അവകാശികൾ. നായ കഥാപാത്രമാകുന്ന വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയുടെ രചയിതാവ് ആരായിരുന്നു? ഉത്തരം തകഴി ശിവശങ്കരപിള്ള. പണിക്കർ ഏത് ജോലിയിലാണ് ഏർപ്പെട്ടിരുന്നത്? ഉത്തരം അധ്യാപകൻ. PN പണിക്കർ ആദ്യമായി സ്ഥാപിച്ച വായനശാലയുടെ പേര് എന്താണ്? ഉത്തരം സനാതനധർമ്മ വായനശാല. PN പണിക്കർ സനാതനധർമ്മ വായനശാല സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം നീലംപേരൂരിൽ. PN പണിക്കരുടെ ജന്മനാട് ഏത്? ഉത്തരം നീലംപേരൂർ. പണിക്കരുടെ മാതാപിതാക്കൾ ആരെല്ലാമാണ്? ഉത്തരം പിതാവ് പുതുവായിൽ ഗോവിന്ദപിള്ളയും മാതാവ് ജാനകി അമ്മയും. പണിക്കർ നീലംപേരൂരിൽ സനാതനധർമ്മ വായനശാല ആരംഭിച്ചത് ഏതു വർഷം? ഉത്തരം 1926. ഈ ഒരു വീഡിയോ കൂട്ടുകാർ മുഴുവനായിട്ടും കാണാം. ഈ ഒരു വീഡിയോ പഠിച്ചാൽ തന്നെ ഒരുപാട് മാർക്ക് ക്വിസിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയും നമ്മൾ വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യും. അതൊക്കെ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1000 ലൈക്കാണ്. എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ലെറ്റ്സ് ഗോ. 1938 ആരുടെ സ്മാരകമായാണ് പണിക്കരുടെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല ആരംഭിച്ചത്? ഉത്തരം സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ള. PN പണിക്കരുടെ നേതൃത്വത്തിൽ അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘം രൂപീകരിച്ച സമ്മേളനം നടന്നത് ഏതു വർഷം? ഉത്തരം 1945 സെപ്റ്റംബർ 14. ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ മുഖപത്രമായ മാസികയുടെ പേര് എന്ത്? ഉത്തരം ഗ്രന്ഥാലോകം. ഗ്രന്ഥാലോകം മാസിക പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം എന്നായിരുന്നു? ഉത്തരം 1948. അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആര്? ഉത്തരം PN പണിക്കർ. കേരള ഗ്രന്ഥശാലാ സംഘം സർക്കാർ ഏറ്റെടുത്ത വർഷം എന്നായിരുന്നു? ഉത്തരം 1977. ഗ്രന്ഥശാലാ സംഘം രജത ജൂബിലി ആഘോഷഭാഗമായി കാൽനടയായി കാസർഗോഡ് മുതൽ പാറശാല വരെ പണിക്കരുടെ നേതൃത്വത്തിൽ സാംസ്കാരിക ജാഥ നടത്തിയത് ഏതു വർഷമായിരുന്നു? ഉത്തരം 1970 നവംബർ മുതൽ ഡിസംബർ മാസം വരെ. കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള സാംസ്കാരിക ജാഥയിൽ ഉയർത്തിയ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. പണിക്കരുടെ നേതൃത്വത്തിൽ അനൗപചാരിക വിദ്യാഭ്യാസത്തിനായി രൂപീകരിച്ച സമിതി ഏത്? ഉത്തരം കാൻഫെഡ്. കാൻഫെഡ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം
കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. കാൻഫെഡ് നിലവിൽ വന്ന വർഷം എന്ന്? ഉത്തരം 1978 ജൂണിൽ. PN പണിക്കരുടെ നേതൃത്വത്തിൽ 1978 ഒക്ടോബർ 2 മഞ്ചേശ്വരത്ത് നിന്നും നടത്തിയ സാക്ഷരതാ പ്രചരണ ജാഥയിൽ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം സാക്ഷര കേരളം സുന്ദര കേരളം. PN പണിക്കർ അന്തരിച്ചത് എന്നായിരുന്നു? ഉത്തരം 1995 ജൂൺ 19. ഏതു വർഷമാണ് വായനാ ദിനമായി പണിക്കരുടെ ചരമദിനം ആചരിച്ചു തുടങ്ങിയത്? ഉത്തരം 1996 ജൂൺ 19. കേരളത്തിലെ ഏതു വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ജൂൺ 19 മുതൽ 2 ആഴ്ച വായനാ പക്ഷാചരണം ആചരിക്കുന്നത്? ഉത്തരം പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ദേശീയ തലത്തിൽ ജൂൺ 19 വായനാ ദിനം കൂടാതെ തുടർന്നുള്ള ഒരു മാസക്കാലം ദേശീയ വായനാ മാസമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം? ഉത്തരം 2017. MT വാസുദേവൻ നായരുടെ വയലാർ അവാർഡ് ലഭിച്ച കൃതിയുടെ പേര് എന്താണ്? ഉത്തരം രണ്ടാം ഊഴം. നളചരിതം കിളിപ്പാട്ടിൻ്റെ കർത്താവ് ആരായിരുന്നു? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതികളെ നിങ്ങളെ താൻ ആരുടേതാണ് ഈ വരികൾ? ഉത്തരം കുമാരനാശാൻ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? ഉത്തരം വാസനാവികൃതി. വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചത് ആരായിരുന്നു? ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ 1891. കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പുസ്തക വിൽപ്പനശാലയുടെ പേര് എന്ത്? ഉത്തരം നാഷണൽ ബുക്ക് സ്റ്റാൾ. യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആര്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. 1972 നിരൂപണ പഠന സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നാടകദർപ്പണം എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം NN പിള്ള. കുമാരനാശാൻ്റെ വീണപ്പൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിലാണ്? ഉത്തരം മിതവാദിയിൽ. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം ജോർജ് വർഗീസ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് അവതാരിക എഴുതിയത് ആര്? ഉത്തരം വില്യം ബർട്ടൺ ഇയേഴ്സ്. MT വാസുദേവൻ നായർ രചിച്ച നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏതു വർഷമാണ്? ഉത്തരം 1958. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം MK മേനോൻ. വായിക്കപ്പെടുന്നത് എന്ന അർത്ഥമുള്ള മുസ്ലിങ്ങളുടെ പുണ്യഗ്രന്ഥം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം വിശുദ്ധ ഖുർആൻ. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഗ്രീക്ക് സാഹിത്യം. അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? ഉത്തരം മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്. കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ്? ഉത്തരം ദേശസേവിനി ഗ്രാമീണ വായനശാല. കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 14.
കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. ലോക പുസ്തക ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 23. മലയാളത്തിലെ ആദ്യ നോവൽ ഏത്? ഉത്തരം അപ്പു നെടുങ്ങാടി രചിച്ച കുന്തലത. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏത്? ഉത്തരം ഒ ചന്തുമേനോൻ രചിച്ച ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതാണ്? ഉത്തരം ഇതാണെൻ്റെ പേര്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? ഉത്തരം വിലാസിനിയുടെ അവകാശികൾ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? ഉത്തരം തൃശ്ശൂർ. കേരളത്തിലെ അക്ഷരനഗരം എന്നറിയപ്പെടുന്നത് ഏത് നഗരത്തെയാണ്? ഉത്തരം കോട്ടയം ജില്ലയെ. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത്? ഉത്തരം ജ്ഞാനപീഠ പുരസ്കാരം. ആദ്യ ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആര്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം ഹിന്ദി സാഹിത്യകാരനായ വിനോദ് കുമാർ ശുക്ല. 2019 ജ്ഞാനപീഠം അവാർഡ് ജേതാവ് ആരായിരുന്നു? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. മലയാള ഭാഷയുടെ പിതാവ് ആര്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം സേതു. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം നേടിയ മലയാളി നോവലിസ്റ്റ് ആര്? ഉത്തരം സേതു. നോവൽ ചേക്കുട്ടി. ഒരാളുടെ ജീവിതകഥ അയാൾ തന്നെ എഴുതുന്നതിന് പറയുന്ന പേര് എന്ത്? ഉത്തരം ആത്മകഥ. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാലുവെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 നാം എല്ലാ വർഷവും വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കരുടെ ഓർമ്മ ദിവസം. PN പണിക്കർ ജനിച്ചത് എവിടെ വച്ചായിരുന്നു? ഉത്തരം 1909 മാർച്ച് 1 ആലപ്പുഴ ജില്ലയിലെ നീലം പേരൂരിൽ വച്ച്. PN പണിക്കരുടെ മുഴുവൻ പേര് എന്ത്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. PN പണിക്കർ മരിച്ചത് എന്നായിരുന്നു? ഉത്തരം 1995 ജൂൺ 19. ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയ വർഷം എന്ന്? ഉത്തരം 1996. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏത്? ഉത്തരം രാജ്യസമാചാരം. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം തൃശ്ശൂർ ജില്ലയിൽ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ്? ഉത്തരം വർത്തമാന പുസ്തകം. രചിച്ചത് പാറാമേക്കൽ തോമാ കത്തനാർ. ദേശീയ ലൈബ്രറിയൻ ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്?
ഉത്തരം ആഗസ്റ്റ് 12. അന്നാണ് SR രഘുനാഥൻ്റെ ജന്മദിനം. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ ഏതാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ നോവൽ ഏത്? ഉത്തരം തകഴി ശിവശങ്കരപിള്ള രചിച്ച ചെമ്മീൻ എന്ന നോവൽ. അഗ്നിസാക്ഷി എന്ന നോവൽ രചിച്ചത് ആരായിരുന്നു? ഉത്തരം ലളിതാംബിക അന്തർജനം. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആരായിരുന്നു? ഉത്തരം ONV കുറുപ്പ്. മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി ആര്? ഉത്തരം ചെറുശ്ശേരി. രാത്രിമഴ എന്ന കവിതാ സമാഹാരം രചിച്ചത് ആര്? ഉത്തരം സുഗതകുമാരി ടീച്ചർ. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആരായിരുന്നു? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങിയ കവിത രചിച്ചത് ആര്? ഉത്തരം ചെമ്മനം ചാക്കോ. നീർമാതളം പൂത്തകാലം എന്ന കൃതി എഴുതിയത് ആര്? ഉത്തരം മാധവിക്കുട്ടി. രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആര്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏത്? ഉത്തരം ഉണ്ണുനീലി സന്ദേശം. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരായിരുന്നു? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം കുമാരനാശാൻ. 2021 വയലാർ പുരസ്കാരം ലഭിച്ച മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഉത്തരം ബെന്യാമിൻ. PN പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര് എന്ത്? ഉത്തരം സനാതനധർമ്മം. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നായിരുന്നു? ഉത്തരം 2004 ജൂൺ 19. കൃഷ്ണഗാഥ രചിച്ചത് ആരായിരുന്നു? ഉത്തരം ചെറുശ്ശേരി. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം PC കുട്ടിക്കൃഷ്ണൻ. രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഈ വീഡിയോയിലും മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ഈ ചോദ്യം പറഞ്ഞതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആദ്യം തന്നെ വിജയാശംസകൾ അറിയിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക്സ് ഫോർ